തലയില് ചാണകം ഉറച്ചു പോയ വളരെ കുറച്ച് പേരൊഴികെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ഓരോ ഫേക്ക് മെസ്സേജ് ഒക്കെ അടിച്ചു വിടാറില്ലേ, അതുപോലൊരു മെസ്സേജ് അത്രേ ഉള്ളൂ സാർ ഈ പടം. പിന്നെ ഇതിൽ കുറച്ച് ആക്ടേഴ്സ് കൂടി ഉണ്ടെന്ന് മാത്രം. നല്ല ക്രിഞ്ച് ഫെസ്റ്റ് ആണ് പടം. നാണം കെട്ട ഉളുപ്പില്ലാത്തൊരു അവാർഡായി പോയി ഇത്, പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലും ഏഷ്യാനെറ്റിലും ഒക്കെ വരുന്ന സീരിയലുകളിലുണ്ട് ഇതിലും മികച്ച ചായ. ഒരൊറ്റ ഫ്രെയിം ഒക്കെ ഇതിനോട് വട്ടം വയ്ക്കുന്ന ഒരൊറ്റ ഷോട്ടെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി. നമസ്കാരം ഫോക്സ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു സംഭവം നടന്നു. 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപനം, അഥവാ ഉജാല അവാർഡ്. ഉജാല വെളുപ്പിക്കുമോ ഇമാതിരി അമ്മാതിരി വെണ്മ പടർത്തുന്ന പുരസ്കാരങ്ങൾ. ചില അവാർഡുകളൊക്കെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തി, പക്ഷേ ബാക്കിയുള്ള അവാർഡുകളോ കിട്ടേണ്ടവർക്കാണോ കിട്ടിയത്? ആരാണ് ശരിക്കും അർഹതപ്പെട്ടവർ? ഇവർക്കൊക്കെ എന്തിനായിരിക്കും അവാർഡ് കൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ദേശീയ പുരസ്കാരം അഥവാ ഞമ്മന്റെ ആൾക്കാരെ ആദരിക്കൽ ചടങ്ങുന്ന ആ ചാണകക്കുഴിയിലേക്ക് നമുക്കൊന്ന് ഓളിയിട്ടിറങ്ങാം. റിയൽ ഡിസേർവിംഗ് വിന്നേഴ്സ്. സ്വല്പം ബഹുമാനത്തോടെ തന്നെ തുടങ്ങാം, കാരണം ജനുവിനായി ഈ പുരസ്കാരം നേടിയ കുറച്ച് പേരുകളുണ്ട് ഈ കൂട്ടത്തിൽ. ബെസ്റ്റ് ആക്ടർ വിക്രാന്ത് മാസെ. 12th ഫെയിൽ എന്ന ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമയിലൂടെ നമ്മുടെ രാജ്യത്താകെ ഇമ്പാക്ട് ഉണ്ടാക്കിയ പെർഫോമൻസ്, ശരിക്കും വെൽ ഡിസേർവ്ഡ് പെർഫോമൻസ്. ഞാനൊക്കെ ഈ പടം കണ്ട് കരഞ്ഞ് തളർന്നതാണ്. പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് രോമാഞ്ചം കൊണ്ടതാണ്. ഇപ്പോൾ പറയുമ്പോൾ പോലും രോമാഞ്ചം. മനോജ് കുമാർ ശർമ്മയായി അയാൾ ശരിക്കും ജീവിക്കുക തന്നെയായിരുന്നു. ആ ഒരു കഥാപാത്രത്തിന്റെ പല കാലഘട്ടങ്ങളും അവസ്ഥകളും ഒക്കെ ഗംഭീരമായി പകർന്നാടി. വെൽ ഡിസേർവിംഗ് ആയൊരു അവാർഡ്. ഓക്കെ, പിന്നെ ഈ ഗോദ്ര ട്രെയിൻ കത്തിക്കൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് സബർമതി റിപ്പോർട്ട് എന്നൊരു പ്രൊപ്പഗണ്ട പടം ചെയ്തെന്നും ആര്? ഈ വിക്രം നസർ. സിനിമ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു, BJPക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വന്നത് കൊണ്ടും ഒക്കെയാണ് വിക്രാന്ത് മാസയ്ക്ക് അവാർഡ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ എന്തിരടേ, അയാൾ നന്നായി അഭിനയിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്ത് അല്ലേ? അതുകൊണ്ട് ആ ആരോപണങ്ങളൊക്കെ ആരെങ്കിലും ഉന്നയിച്ചാലും വിലപ്പോവില്ല, കാരണം പുള്ളി ശരിക്കും ഡിസേർവിംഗ് തന്നെയാണ്. ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ വിജയരാഘവൻ ആൻഡ് MS ഭാസ്കർ. രണ്ടുപേരും മികച്ച പ്രകടനമായിരുന്നു. വിജയരാഘവൻ ചേട്ടനെ പൂക്കാലത്തിന് കിട്ടിയതിനേക്കാൾ കിഷ്കിന്ദ കാണ്ഡത്തിനാണ് കിട്ടിയിരുന്നതെങ്കിൽ എനിക്ക് കൂടുതൽ തൃപ്തി തോന്നിയാണ്. പൂക്കാലം പുള്ളി ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തൊരു ക്യാരക്ടർ തന്നെയാണ്, എങ്കിലും ജസ്റ്റ് സെയിം. പിന്നെ MS ഭാസ്കർ. ഇവിടെ വിജയരാഘവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് തമിഴിൽ MS ഭാസ്കർ. പാർക്കിംഗ് എന്ന സിനിമയിൽ അഭിനയത്തിലാണ് പുള്ളിക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഞെട്ടിച്ച എത്രയോ ഗംഭീര പ്രകടനങ്ങൾ. പാർക്കിങ്ങിലും ഭീകരമായിരുന്നു പുള്ളി. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പുരസ്കാരം. BGM. അനിമലിലെ തീപ്പൊരി BGMന് ഹർഷവർദ്ധൻ രാമേശ്വരനാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം. അനിമൽ BGM സംഭവം തീപ്പൊരി സംഭവം തന്നെയായിരുന്നു, ഒരു തരത്തിൽ ഡിസേർവിംഗ് ആണെന്നും പറയാം. പക്ഷെ അപ്പോഴും ഇത്തരം സംഗീതത്തിനാണോ ദേശീയ പുരസ്കാരം കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ സ്പെഷ്യൽ മെൻഷൻ. ഇനിയൊരു മലയാളിക്ക് ലഭിച്ച സ്പെഷ്യൽ മെൻഷൻ. അനിമലിന്റെ സൗണ്ട് ഡിസൈനിങ്ങിന് നമ്മുടെ MR രാജകൃഷ്ണന് സ്പെഷ്യൽ മെൻഷൻ. സന്തോഷം. ശരി, അപ്പൊ തുടങ്ങിയാലോ. സ്പോൺസേർഡ് പുരസ്കാരങ്ങൾ. ബെസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാൻ. സംഭവം ഞാനൊരു ഷാറുഖ് ഖാൻ ഫാനാണ്, പക്ഷേ എന്തിനാ ഇത്? ഷാറുഖ് ഖാൻ ഒരു ഗംഭീര നടനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിനു മുൻപ് പലതവണ അദ്ദേഹം ദേശീയ പുരസ്കാരം അർഹിച്ചിരുന്നു. അമ്മാതിരി കിടിലൻ പെർഫോമൻസ് പുള്ളിയിൽ നിന്ന് വന്നിട്ടുമുണ്ട്. പക്ഷേ അന്നൊന്നും അർഹിച്ച പുരസ്കാരങ്ങൾ ഒന്നും പുള്ളി തേടി എത്തിയിട്ടില്ല. സ്വദേശ് ആയാലും ദേവദാസ് ആയാലും മൈനമീസ് ഖാൻ ആയാലും ഒക്കെ പുള്ളി ഗംഭീരമായി പെർഫോം ചെയ്ത പടങ്ങളായിരുന്നു. അതിനൊന്നും ഒരു പുണ്ണാക്കും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോ അത് ജവാൻ. ഇവന്മാർക്ക് ജവാൻ കണ്ടിട്ടാണോ അതോ ജവാൻ അടിച്ചിട്ടാണോ എന്തോ ഈ അവാർഡൊക്കെ തീരുമാനിച്ചത്. വലിയ ഉപകാരം. ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് അവാർഡ് പ്രഖ്യാപനം കേട്ടോണ്ടിരുന്നത്. ഈ ബെസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാൻ ഫോർ ജവാൻ എന്ന് കേട്ടതും എന്റെ പൊന്നോ, ചിരിച്ച് ഉച്ചി കയറി വണ്ടി സൈഡാക്കി 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് നോർമൽ ആയ ശേഷമാണ് പിന്നെ വണ്ടി എടുത്തത്. എടേ, ജവാന് ഏത് നമ്മള് കണ്ട ജവാൻ തന്നെയല്ലേ, ഒരു സാധാ മാസ് മസാല പടം. ഏതൊരു മാസ് ഹീറോയ്ക്കും ചെയ്യാൻ പറ്റുന്ന സ്ഥിരം ഐറ്റംസ്, അതിനൊക്കെ നാഷണൽ അവാർഡ്. അങ്ങനെയാണല്ലേ നമ്മുടെ ദളപതി വിജയനും കൊടുക്കണം ഒരു അവാർഡ്. ഷാറുഖ് ഖാൻ ജവാനിൽ ചെയ്തതൊക്കെ അതിലും കിടുവായിട്ട് അണ്ണം പണ്ടേ മെർസലിലും ബിഗിലും ഒക്കെ ചെയ്തിട്ടുണ്ട്.
വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. മലയാളത്തിൽ നിന്ന് ആടുജീവിതം, ഇരട്ട, കാതൽ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് ഇതിനൊക്കെ മുകളിൽ ജവാനിലെ പെർഫോമൻസ് എടുത്തു വെച്ച് പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. സംഭവം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്വദേശിന് പുള്ളിക്ക് ഡിസേർവിംഗ് ആയിരുന്നു, അവാർഡ് കൊടുത്തില്ല എന്ന്. ആ സ്വദേശിന്റെ സംവിധായകൻ അശുതോഷ് ഗവാരിക്കറാണ് ഇത്തവണ നാഷണൽ അവാർഡ് ജൂറി. അന്നത്തെ തേപ്പിന് പുള്ളിയുടെ വക നൈസിനൊരു പകരം വീട്ടത്. എന്നാലും ഒരു ഇത്തിരി ഉളുപ്പ്. ബെസ്റ്റ് ഡയറക്ഷൻ കേരള സ്റ്റോറി. കേരളത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്ത പടം. നമ്മുടെ കേരളത്തിൽ നിന്നും ഏകദേശം 32,000-ഓളം സ്ത്രീകളാണ് IS-ൽ ചേരാൻ നാടുവിട്ടു പോയിട്ടുള്ളത്. എന്താല്ലേ, ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു കൊണ്ടുവന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച ചിത്രം, കലാമൂല്യമുള്ള ചിത്രം, നാടിന്റെ നന്മയ്ക്കും ഏകതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ഊർജം പകരുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ച ചിത്രം അല്ലേ? ഫിലിപ്പിന്റെ പറി. ഹിന്ദുത്വ അജണ്ടകളൊന്നും വർക്കാവാതെ പോയൊരു സംസ്ഥാനത്തെ അവിടുത്തെ ജനങ്ങളെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാൻ വേണ്ടി, ആളുകളുടെ മനസ്സിൽ വെറുപ്പിന്റെയും മതവിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകാൻ വേണ്ടി എടുത്തൊരു പ്രൊപ്പഗണ്ട. തലയില് ചാണകം ഉറച്ചു പോയ വളരെ കുറച്ചു പേരൊഴികെ ബാക്കി മുഴുവൻ മലയാളികളും ഒരുമിച്ച് നിന്ന് എതിർത്ത ഒരു പടം. 32,000 പേര് IS ചേരാൻ പോയെന്നൊരു കണക്കുമായാണ് ഈ പടം വന്നത്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം അത്തരത്തിൽ പോയവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 32,000 അല്ല, 3,000 അല്ല, 300 അല്ല, 30 അതുമല്ല, വെറും 19 പേരാണ് കേരളത്തിൽ നിന്നും അത്തരത്തിൽ പോയിട്ടുള്ളത്. അതിനെ 32,000 എന്നൊരു സംഖ്യയാക്കി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കി വിട്ടൊരു ഐറ്റം. അതിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ഓരോ ഫേക്ക് മെസ്സേജ് ഒക്കെ അടിച്ചു വിടാറില്ലേ, അതുപോലൊരു മെസ്സേജ്. അത്രേ ഉള്ളൂ സാർ ഈ പടം. പിന്നെ ഇതിൽ കുറച്ച് ആക്ടേഴ്സ് കൂടി ഉണ്ടെന്ന് മാത്രം. ശരി, പ്രൊപ്പഗണ്ടയോ എന്ത് തേങ്ങയാവട്ടെ, എന്നാൽ സംവിധാനമെങ്കിലും കൊള്ളാമോ? നല്ല ക്രിഞ്ച് ഫെസ്റ്റാണ് പടം. മലയാളം നേരെ പറയാനറിയാത്ത മലയാളികൾ എന്തൊക്കെയോ കാണിക്കുന്നു. ശാലിനി ഉണ്ണികൃഷ്ണൻ, എ ഹിന്ദു ഫ്രം കേരള. നാണം കെട്ട ഉളുപ്പില്ലാത്തൊരു അവാർഡായി പോയി ഇത്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെയും ആടുജീവിതമുണ്ട്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം. 16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്ത, ഇത്രയും മികച്ചൊരു സ്വപ്ന സിനിമ സ്ക്രീനിലെത്തിച്ച ആ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ, ബ്ലസ്സിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ഡിസേർവിംഗ് ആയ ഒരു അവാർഡായിരുന്നു ഇത്. ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി വീണ്ടും കേരള സ്റ്റോറി. നിങ്ങൾ ഈ പടത്തിന്റെ ട്രെയിലർ മാത്രം കണ്ടാൽ മതി, സിനിമോട്ടോഗ്രാഫിയുടെ നിലവാരം മനസ്സിലാവും. ഇതിനാണ് നാഷണൽ അവാർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സി കേരളത്തിലും ഏഷ്യാനെറ്റിലും ഒക്കെ വരുന്ന സീരിയലുകളിലുണ്ട് ഇതിലും മികച്ച ഛായാഗ്രഹണം. ഇവിടെ നിങ്ങൾ കൊടുത്തോ, പക്ഷേ കുറച്ചെങ്കിലും ഡിസേർവിംഗ് ആണെങ്കിൽ കൊടുത്തോ. ഇതൊരുമാതിരി ഡിസേർവിംഗ് അവാർഡ്സ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിലാണ് രാജ്യത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഡിസേർവ്ഡ് ആണ്. ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന നല്ല കലാമൂല്യമുള്ള ചിത്രം തന്നെ. പക്ഷേ വേറെ പടമൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ആടുജീവിതം. ആടുജീവിതവും 12th ഫെയിലും ഒരു തട്ടിൽ വെച്ച് തൂക്കിയാൽ ഏത് മണ്ടനും പറയും ആടുജീവിതമാണ് മികച്ചത്. പക്ഷേ അവാർഡില്ല. ആടുജീവിതം അർഹിച്ചിരുന്നു മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം. അതിനുള്ള ക്വാളിറ്റി ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി. ആടുജീവിതത്തിൽ ഈ ഒരൊറ്റ ഫ്രെയിം നോക്ക്, ഇതിനോട് വട്ടം വയ്ക്കുന്ന ഒരൊറ്റ ഷോട്ടെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി അവാർഡ് കിട്ടിയ കേരള സ്റ്റോറിയിൽ? സുനിൽ KSന്റെ ഛായാഗ്രഹണം ഗംഭീരം തന്നെയായിരുന്നു ആടുജീവിതത്തിൽ. 100% അവാർഡ് ഡിസേർവ് ചെയ്തവർക്ക്, പക്ഷേ കൊടുത്തില്ല. ഇനി ബെസ്റ്റ് ആക്ട്രസ്. മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിലൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു പേരാണ് നമ്മുടെ ഉർവശി ചേച്ചിയുടേത്. പക്ഷേ ഇതേവരെ മികച്ച നടിക്കുള്ള ഒരൊറ്റ ദേശീയ പുരസ്കാരം പോലും ഉർവശി ചേച്ചിയെ തേടി എത്തിയിട്ടില്ല. കിട്ടിയത് അച്ചുവിന്റെ അമ്മയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം. ഇത്തവണയും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം. മികച്ച നടിക്കുള്ള പുരസ്കാരം അർഹിച്ചിരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഉള്ളൊഴുക്കിൽ ഉർവശി ചേച്ചിയുടേത്. പക്ഷേ എന്തുകൊണ്ടോ പുള്ളിക്കാരിയെ ദേശീയ അവാർഡ് ജൂറി നായികയായി പരിഗണിക്കുന്നില്ല. ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റിലും മികച്ച നടിയുടെ കാറ്റഗറിയിലായിരുന്നു ഉർവശിയുടെ പേരുണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് അങ്ങെത്തിയപ്പോൾ സഹനടിയായി. ബെസ്റ്റ് ഡയറക്ടർ.
ഈ കേരള സ്റ്റോറിക്ക് കൊടുത്ത ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അർഹിച്ചിരുന്നത് ബ്ലസ്സി ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അഥവാ ബ്ലസ്സി അല്ലെങ്കിൽ കൂടി വേറെ എത്രയോ ഡിസേർവിംഗ് ആയ സംവിധായകരുണ്ട്. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി, 12th ഫെയിലിന്റെ സംവിധായകൻ വിധു വിനോദ് ചോപ്ര ഉൾപ്പെടെ വേറെ എത്രയോ മികച്ച ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. ഈ മനുഷ്യൻ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട എഫർട്ടുകൾ, സ്ക്രീനിൽ നജീബായി ജീവിച്ച രംഗങ്ങൾ, ഇതൊന്നും ജൂറി കണ്ടില്ല. നജീബിന്റെ പല പ്രായങ്ങൾ മികവോടെ അവതരിപ്പിച്ച് ശരീരവും മനസ്സും അർപ്പിച്ച് ഒരു നടൻ ചെയ്ത പകർനാട്ടം 100% അർഹതപ്പെട്ട പുരസ്കാരം. ഓക്കെ, ഇയാൾക്ക് കൊടുക്കാതിരുന്നോട്ടെ. ഇയാളുടെ പ്രകടനം മോശമാണെന്ന് പറയുന്നവരുണ്ടാകാം. ആടുജീവിതത്തിലെ പ്രകടനം നാടകമാണെന്ന് വിമർശിക്കുന്നവരുണ്ടാകാം. ഇതിനൊക്കെ അവാർഡ് കൊടുക്കണമെന്ന് ചോദിച്ച് കളിയാക്കുന്നവരും ഉണ്ടാകാം. നിങ്ങളോടൊക്കെ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ജവാനിലെ ഷാറുഖ് ഖാന്റെ പ്രകടനത്തെക്കാൾ മോശമായിരുന്നോ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ്? ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാം? ഈ ഒഴിവാക്കലിന് പിന്നിൽ എന്താണെന്നറിയാം? എല്ലാവർക്കും അറിയാം, പക്ഷേ പലരും പറയില്ല. കാരണം എമ്പുരാൻ എന്ന സിനിമ ഇവിടെ സൃഷ്ടിച്ച കോലാഹലങ്ങളൊക്കെ നമ്മൾ ആരും മറന്നു കാണില്ല. പടം വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നെങ്കിലും കൊള്ളേണ്ട കേന്ദ്രങ്ങളിലൊക്കെ കൃത്യമായി കൊണ്ട പടമായിരുന്നു എമ്പുരാൻ. സിനിമയുടെ മേക്കേഴ്സ് പോലും വിചാരിക്കാത്ത തരത്തിൽ നാഷണൽ ലെവലിൽ റീച്ചായ സിനിമ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും പ്രൊപ്പഗണ്ട സിനിമകളിലൂടെയും ഒക്കെ പടുത്തുയർത്തി കൊണ്ടുവന്നതിൻ്റെയൊക്കെ സത്യമെന്തെന്ന് തുറന്നു കാട്ടിയ എമ്പുരാൻ. വലിയ രീതിയിൽ കേന്ദ്രത്തിന് ഡാമേജ് ഉണ്ടാക്കിയ എമ്പുരാൻ. ആ സിനിമയുടെ സംവിധായകനും നടനുമായ ഒരാൾക്ക് അവർ എന്തെങ്കിലും അവാർഡ് കൊടുക്കൂ? നടന്റെ കാര്യം പോട്ടെ, ആ സിനിമയെ തന്നെ അവാർഡിന് പരിഗണിച്ചില്ല എന്ന് വേണം പറയാൻ. ഒരൊറ്റ പുരസ്കാരം പോലും ഇല്ല ആടുജീവിതത്തിന്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 9 വാരിക്കൂട്ടിയ പടമാണ്. സോ ദിസ് ഈസ് നാഷണൽ അവാർഡ്സ് എന്ന കോമാളിക്കളി, വേർ ടാലന്റ് മീറ്റ്സ് പൊളിറ്റിക്സ് ആൻഡ് ആർട്ട് മീറ്റ്സ് അജണ്ട. ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയ മോസ്റ്റ് അൺഡിസേർവിംഗ് അവാർഡ് ഏതാണെന്ന് താഴെ കമന്റിൽ പറയുക. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അതിനൊന്നും ആരും എതിരല്ല. ഞാൻ സംസാരിക്കുന്നത് നല്ല സിനിമകൾക്ക് വേണ്ടിയാണ്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. നത്തിങ് പേഴ്സണൽ, ജസ്റ്റ് സർവീസ്. Nothing personal, just service. ബെസ്റ്റ്